ഇപ്പോൾ സൂപ്പർ സ്റ്റാർ സീനിയർ തുടങ്ങിയിട്ട് ഇത് സെക്കൻഡ് ഷെഡ്യൂളാണ്. ഓൾറെഡി 4 റൗണ്ട്സ് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ ഒബ്വിയസ്ലി എലിമിനേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോവാം. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ക്യാപ്റ്റൻസിനെ ആദ്യം വിളിക്കാം. അപ്പോൾ സൂപ്പർ ബോയ്സ് ആൻഡ് സൂപ്പർ ഗേൾസിന്റെ ക്യാപ്റ്റൻസ് രണ്ടുപേരും. അപ്പൊ ക്യാപ്റ്റൻസ് എത്തിയിരിക്കാണ്. യശ്, എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ നിങ്ങളുടെ ബോയ്സ് ടീമിന്റെ പെർഫോമൻസും യഷിന്റെ പെർഫോമൻസും ഒക്കെ എങ്ങനെ തോന്നുന്നു ആസ് എ ക്യാപ്റ്റൻ? നമ്മൾ വേറൊരു വൈബാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, ബോയ്സിന്റെ ഒരു വൈബ് അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്ത് അസലായിട്ട് പാടുന്നൊരു വൈബാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനും ശ്രമിക്കും. നമ്മൾ എല്ലാവർക്കും നമ്മളുടെ മിസ്റ്റേക്സും ഫീഡ്ബാക്സ് മനസ്സിലായി, അതിൽ അസലായിട്ട് വർക്ക് ചെയ്യും. വിൽ ഗിവ് അവർ ബെസ്റ്റ്. എലിമിനേറ്റ് ആയാൽ എന്തായിരിക്കും പേഴ്സണൽ വ്യൂ പോയിന്റ് ഓർ എവരിവൺ? പേഴ്സണൽ. I'll go with the flow. I'll see how it goes. Okay. Girls team captain അർച്ചന. ഞങ്ങളുടെ മാക്സിമം കൊടുത്ത് പെർഫോം ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എലിമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു ഫ്ലോറിൽ എത്തിപ്പെടുക എന്നുള്ളത് എല്ലാ സിംഗേഴ്സിൻ്റെ ഒരു സ്വപ്നമാണ്. ഇതുവരെ എത്തിപ്പെടാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. സാറിൻ്റെ മുന്നിലും ഷാൻ സാറിൻ്റെ മുന്നിലും മഞ്ജരി മാമിൻ്റെ മുന്നിലൊക്കെ ഒരു പാട്ട് പാടാൻ പറ്റുക, നമ്മളെ ജഡ്ജ് ചെയ്യുക, ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്കിങ്ങനെ അവസരമില്ല. അപ്പം ഇവരെ നേരിട്ട് കണ്ട് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഇവിടെ വരെ എത്താൻ പറ്റിയതിൽ ഉള്ളൊരു സന്തോഷം തുടരണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സർ ഫസ്റ്റ് എലിമിനേഷൻ പ്രോസസ്? അത് നമ്മൾ ഈ 4 ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള മാർക്കുള്ള 4 പേരെ വിളിക്കുക. അതിൽ നിന്ന് 2 പേരായിരിക്കും പോകുന്നത്. അത് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവരെ ഇങ്ങോട്ട് വിളിക്കുക. ഈ പ്രോസസ്സ് അധികം ഇട്ട് ഈ ഒരു വലിച്ചു നീട്ടേണ്ട കാര്യം, നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് തീർക്കാന്നുള്ളത്. ഇതിലിപ്പോ സർ 4 പേര് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത 4 പേര് പേരുകൾ വിളിക്കാം. ലീസ്റ്റ് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ 4 പേരുടെ പേര് ഞാനിപ്പോ പറയാം. നിങ്ങൾ അവിടെ വരട്ടെ അല്ലേ സ്റ്റേജിലേക്ക്? ആദ്യം ഫാഹിസ്, പിന്നെ യഷ്, വൈഷ്ണവ്, അനഘ. ഈ 4 പേർക്കാണ് ഏറ്റവും കുറവ് മാർക്സ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം. ഫാഹിസ് പറയൂ, എന്താണ് ഇപ്പൊ ലീസ്റ്റ് മാർക്ക് കിട്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്? എന്താണ് പെർഫോം ചെയ്യാൻ പറ്റിയില്ലേ മര്യാദക്ക്? എനിക്കൊരു തരത്തിൽ നല്ല സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പം തൊട്ടേ പാട്ടൊക്കെ പഠിച്ചു വന്നവരാ. ഞാൻ ഒറ്റക്കാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത്. ഒറ്റക്ക് പാട്ട് പഠിച്ചിട്ടാണ് ഇങ്ങനെ എത്തിയത്. അപ്പോൾ ഇതിൽ ഇവരെ മുന്നിൽ പാടാൻ പറ്റിയതിൽ എൻ്റെ അത്ര സന്തോഷം ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണ് പാട്ട് പഠിച്ചതൊക്കെ. പിന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂമേഴ്സൊക്കെ എൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇനി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ട് അടുത്ത ഷെഡ്യൂളിൽ ഇതിൻ്റെ ഡബിൾ എഫക്റ്റിൽ പാടും. ഔട്ട് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതേപോലെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത ഓഡിഷന് പോകും. നോർമലി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഓഡിഷൻ തൊഴിലാളിയാണ്. അപ്പോൾ ഞാനതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോകും. ഓക്കെ, വൈഷ്ണവ്. ഹായ്. എപ്പോഴും വരി മറക്കാന്നുള്ളതായിരുന്നു വൈഷ്ണവിന്റെ ഒരു പ്രശ്നം അല്ലേ? അത് ഒന്നാമത് ഇങ്ങനെ ഒരു ഇതിൽ കയറിയിട്ട് പരിചയമല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലും കൂടുതൽ പഠിക്കും. അനഘ, ഇവിടം വരെ എത്താൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഞാൻ ഇതിൽ സെലക്ഷൻ പോലും കിട്ടുമെന്ന് വിചാരിച്ച ആളല്ല. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പം 4 റൗണ്ട് വരെ എത്തി നിൽക്കണം. പിന്നെ എനിക്ക് ഇതുവരെ പഠിച്ച അതേ കാര്യങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ്. പിന്നെ ഗ്രൂമേഴ്സ് ആയാലും ജഡ്ജസ് ആയാലും നമ്മൾ ഓരോ പാട്ട് പാടിക്കഴിയുമ്പം കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെയാണ് ഒരു സോങ്ങിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഇനി മുന്നോട്ട് സോങ്സ് കൂടുതൽ പഠിക്കാനായിട്ട് നോക്കും. ഇവര്
ഉള്ളൊരു സത്യം പറയുകയാണെങ്കിൽ ഒന്നാമത് എനിക്കിത് ഇഷ്ടമല്ല. ഈ ഒരു പ്രോസസ്സിനോട് എനിക്ക് വെറുപ്പാണ്. പക്ഷേ ഇത് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു ഘടകവുമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സൂപ്പർ സ്റ്റാർ ഒരാളെ കണ്ടുപിടിക്കാനുള്ള യാത്രയാണിത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ. അത് കാര്യം ഒരു 2 ഷെഡ്യൂളും ആയെങ്കിലും ഇവരുമായിട്ടൊക്കെ വല്ലാത്ത ഒരു അടുപ്പമുണ്ട്. വല്ലാണ്ട് അടുത്ത് പോയി. അത് എന്താ പറയണ്ടേ, എല്ലാവരും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അത് പ്രധാനമായിട്ട് എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. നിങ്ങൾ എവിടെ പോയാലും സംഗീതം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഷാനെ, ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ നമുക്ക് പോയേ പറ്റൂ. കാരണം അൾട്ടിമേറ്റ്ലി ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ 2 പേരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലിനി വിഷമം പാടില്ല. ഓക്കെ, ആക്സെപ്റ്റഡ്. ആൻഡ് അതെന്ന് പറയുന്നത് ഇതിന് ഒരു ഫെയിലിയർ ആയിട്ട് ഒരിക്കലും കാണരുത്. ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ലെസൺ, അങ്ങനെ മാത്രം കാണാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. വിഷമം അല്ലാതെ വേറെന്താ പറയാ. കാരണം ഇപ്പം സാർ പറഞ്ഞ പോലെ ഈ എലിമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ഒരവസ്ഥയാണ്. എല്ലാവരും ഒന്ന് മിങ്കിളായി, എല്ലാവരും ഒന്ന് ഹാപ്പിയായി ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്ന് 2 പേര് ഔട്ടാവുന്നു. അപ്പം അതൊക്കെ നമുക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങൾ മാക്സിമം പാടൂ. കാരണം ആ ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ആ കിട്ടുന്ന ആ വേദി അത്രയും മനോഹരമായിട്ട് നിങ്ങൾ പാടൂ. സോ ദാറ്റ് യു ക്യാൻ സ്റ്റിൽ ബി ദെയർ. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. നിങ്ങളെല്ലാവരും നന്നായി പാടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. ലെറ്റ്സ് സീ എന്താണ് റിസൾട്ട്. സർ, അതിനു മുന്നേ നമുക്ക് ഇതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ടോപ്പറിനെ ഒന്ന്. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല പാറു, ഇപ്പൊ ഈ പെൺകുട്ടികൾ ആൺകുട്ടികളെന്ന് നമ്മൾ വേർതിരിച്ച സ്ഥിതിക്ക് ഇതിൽ ആരാണ് ഇപ്പൊ മുൻപന്തിയിലുള്ളതെന്നും കൂടെ അറിയണം. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു സൂപ്പർ ഗേൾസ് ആണോ സൂപ്പർ ബോയ്സ് ആണോ ഏറ്റവും ലീഡിംഗിൽ നിൽക്കുന്നതെന്നുള്ള നമുക്ക് ആദ്യം അനൗൺസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഈ 4 റൗണ്ട്സിലും ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് ഏറ്റവും ടോപ്പ് സ്കോറിൽ നിൽക്കുന്നത് ഏത് ടീമാണ്? സൂപ്പർ ബോയ്സ് ആണോ സൂപ്പർ ഗേൾസ് ആണോ? ഗെയിംസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തു നോക്കിയാൽ അറിയാമല്ലോ പാറു. പെൺപിള്ളേർ കൊയ്തുകൊണ്ട് പോയി, നമ്മൾ അവിടെ മിഴുങ്ങിയസയാന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ടി വന്നു ഈ ആൺപിള്ളേർ. പക്ഷേ പാട്ടിന്റെ കാര്യത്തിൽ സൂപ്പർ ബോയ്സ്. അത് മതി, ഇതാ വേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സന്തോഷം. ഇതേ 2 പേര് തന്നെ അപ്പോഴും ഇവിടെ നിന്നത്. ഓക്കെ, അപ്പോ സൂപ്പർ ബോയ്സ് ടീമിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് ടോപ്പർ ആരാണെന്ന് അറിയാം. എ ഗേൾ ഓർ എ ബോയ്? നമ്മളുടെ ഇത്രയും റൗണ്ട്സ്, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉള്ള ഇവിടുത്തെ ടോപ്പർ സഞ്ജയാണ്. സഞ്ജയ് ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ ഞങ്ങൾ ടോപ്പറിനെ. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഇതുപോലെ ആവട്ടെ, എല്ലാവരും ടോപ്പർ ആവട്ടെ, അതിനുള്ള ഒരു ശ്രമം നടക്കട്ടെ. അതെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ് സഞ്ജയ്. വണ്ടർഫുൾ, ഗുഡ് ജോബ്. പാറുവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 പേരും സേഫാണ്. നിങ്ങൾ 2 പേരും സേഫാണ്. നിങ്ങൾക്ക് പോയിരിക്കാം. വൈഷ്ണവ് ആൻഡ് ഫാഹിസ് പോയിരിക്കാം. യശ് പറയൂ. യശ്, അത് ഒരു സന്തോഷമായിട്ട് എടുത്താൽ മതി യശ്. ഇതൊന്നും ഒരു വിഷയമല്ല നമുക്ക് കേട്ടോ. എന്തൊക്കെയാലും ഞങ്ങൾക്ക് യശിനെ മിസ് ചെയ്യും ഉറപ്പായി. ഇവിടെ ഫുൾ യശിന്റെ കുറെ മെമ്മറീസ് ആണ്, ഒരുപാട്. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ യശിന്റെ ആ തല അത് കുഴപ്പമില്ല പോട്ടെ. ആനന്ദാശ്രു. ആ സന്തോഷം കൊണ്ടാണോ? എന്നാ പിന്നെ കുഴപ്പമില്ല. അപ്പൊ യക്ഷ് സംസാരിക്കണ്ട, അനഘയുടെ
അനക്ക ഛെ, പറയും. ഇത് എന്തൊരു ഇതാ. അനക്ക പറയാനൊക്കെ ധൈര്യമായിട്ട് പറ. യക്ഷനൊരു ധൈര്യം കിട്ടട്ടെ. പറഞ്ഞു, ധൈര്യമായിട്ട് പറ. ഇല്ല, എൻ്റെ മിസ്റ്റേക്സ് കൊണ്ട് തന്നെയാണ്, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണു. അത്രേ ഉള്ളൂ. എടാ, ഇത് നമ്മുടെ ജീവിതാന്ത്യം ഒന്നും അല്ലല്ലോ. അതെ അതെ. ഇത് ഒരു കോമ്പറ്റീഷനോ ഒന്ന് നമ്മൾ അതോ എത്ര നമ്മുടെ ഞാനൊക്കെ എത്ര കോമ്പറ്റീഷന് പോയിട്ട് കിട്ടാതിരുന്നിട്ടുണ്ട്. എത്ര എണ്ണം. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. കൂളായിട്ടിരിക്കുക. അതെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ വന്ന് നിന്ന് പോയ എൻ്റെ ജീവിതം തുലഞ്ഞെന്ന് വിചാരിച്ചാൽ തീർന്നവിടെ. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല. ഞാൻ അതേ പറയത്തുള്ളൂ. യശ് അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് യശ്. വളരെ ക്വാളിറ്റി ഉള്ള നിങ്ങൾ ഈ ഇത്രയും ഇരിക്കുന്നതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ യശാണ്. അതിൽ ഒരു സംശയവുമില്ല. ഒരു ലോല ഹൃദയൻ, ആകപ്പാടെ ഒരു സങ്കടം പിടിച്ച മനുഷ്യൻ. അതേപോലെ സർ അനഘ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതുകൊണ്ട് കണ്ണട വരെ ഉപേക്ഷിച്ചു. കണ്ണട മറ്റേ ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ യശ് എന്തൊക്കെയാലും സംഗീതം കൊണ്ട് മുമ്പോട്ട് പോവുക യശ്. അതുപോലെ തന്നെ അനഘയും. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. നിങ്ങളും ഇന്നാണ്. ഇവിടെ ആരും പോകുന്നില്ല, ഞങ്ങള് വിടില്ല. Elimination ഇല്ല. അങ്ങനെ നമ്മൾ ഇവരെ പറ്റിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഗായ്സ്? തരാട്ടാന്ന് ഞാൻ ഇവരുടെ ഇടയിൽ ഇരിക്കണം, എന്നെ പഞ്ഞിക്കിടെല്ലാം കൂടെ. ഓക്കെ, അപ്പോ എലിമിനേഷൻ ഇല്ല, പക്ഷേ അടുത്ത ഷെഡ്യൂളിൽ എലിമിനേഷൻ ഉണ്ട്. ഇത് ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ അക്കസ്റ്റംഡ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലാണ് ഷോ പ്രൊഡ്യൂസർ സതീഷ് ഭായും നമ്മൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തത് ഇത്തവണ നമ്മൾ ആരും പറഞ്ഞു വിടുന്നില്ല. പക്ഷെ അടുത്ത തവണ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഈ രണ്ടും കൂടി ചേർത്തിട്ട് ആ സമയത്ത് 4 ആയിരിക്കും പോകാൻ പോണേ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നെക്സ്റ്റ് ഷെഡ്യൂളിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, എലിമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് നന്നായി പെർഫോം ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഇനി എക്സ്ക്യൂസസ് ഒന്നുമില്ല. ടെൻഷൻ മാറ്റാ, പേടി മാറ്റാ, വരി മറക്കരുത്. ഇനി ഇതൊന്നും ഇവിടെ എക്സ്ക്യൂസ് അല്ല. ഓക്കെ, കാരണം നിങ്ങൾ സീനിയേഴ്സ് ആണ്. കുട്ടികളുടെ അടുത്തുനിന്ന് പോലും നമ്മള് അത്രയും നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ സീനിയേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എല്ലാരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ ടോപ്പറിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ശരത് സർ പ്ലീസ്. അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഫസ്റ്റ് ടോപ്പർ ഈസ് സഞ്ജയ്. ഓക്കെ, അപ്പൊ ടോപ്പറിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. ഇനി നമ്മുടെ സൂപ്പർ ബോയ്സിന് ഒരു ഗിഫ്റ്റ് വേണ്ടേ? വേണ്ടേ? ക്യാപ്റ്റൻ ഗിഫ്റ്റ് ഇതാ അതിന്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തിട്ട് വാ. ക്യാപ്റ്റൻ മാത്രം പോയി എടുത്തിട്ട് വാ. ഇതിലും വലിയ ഗിഫ്റ്റ് സ്വപ്നങ്ങളിൽ മാത്രം. പഴത്തൊലി തരാം, ടാർച്ചനൊക്കെ തരാം, പഴത്തൊലി തരാട്ടോ. കുറെ കൊലയാളികൾ. അതെ, അർച്ചന അതിനുള്ള ഉത്തരം കൊടുക്ക്. ഞങ്ങളുടെ മൊത്തത്തിലൊരു അഭിപ്രായമാണ് വാഴകൾക്ക് പഴക്കൂല.